ഹരി ഓം. ഭാഗവതം പഞ്ചമസ്കന്ധം 26-ാം അധ്യായം 12-ാമത്തെ ലൈൻ. ഏവമേവ മഹാരൗരവോ യത്ര നിപതിതം പുരുഷം ക്രവ്യാദ നാമ രുരവസ്തം ക്രവ്യേണ ഘാതയന്തി യ കേവലം ദേഹം ഭരഃ. ഏവം ഏവ, ഇതുപോലെ തന്നെ മഹാരൗരവവും ആ പേരാണ്. രൗരവം എന്നുള്ളത് നരകത്തിൻ്റെ പേരാ. എത്ര നിപതിതം പുരുഷം ക്രവ്യാദ നാമ രുരവ തം, അതാണ് രുരവസ്തം എന്ന് പറഞ്ഞത്. രുരവഹ തം അവനെ, ക്രവ്യേണ ഘാതയന്തി മാംസത്തിന് വേണ്ടി കൊല്ലുന്നു. യാതൊരുവൻ കേവലം ദേഹം ഭര, ദേഹത്തെ മാത്രം ഭരിക്കുന്നവൻ. ദേഹം ഭരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത് ദേഹം ഞാനാണെന്ന് വിചാരിക്കുന്നവൻ. ആ ദേഹത്തിനെ നമ്മൾ കൊണ്ടു നടക്കണമല്ലോ, അതിനെ പരിപോഷിപ്പിച്ച് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ദേഹം ഭരൻ ആയിട്ടുള്ളവൻ അത് മാത്രമാണ് ചെയ്യുന്നത് എന്നാണ്. അത് പിരിക്കാനൊന്നുമില്ല അവിടെ, ഇത്രയൊക്കെ ഉള്ളൂ. ഏവമേവ മഹാരൗരവോ യത്ര നിപതിതം പുരുഷം ക്രവ്യാദ നാമ രുരവസ്തം ക്രവ്യേണ ഘാതയന്തി യ കേവലം ദേഹം ഭരഃ. യസ്ത്വിഹ വാ ഉഗ്രപശൂൻ പക്ഷിണോ വാ പ്രാണത ഉപരന്ധയതി തം അപകരുണം പുരുഷാദൈർ അപി വിഗർഹിതം അമുത്ര യമാനുചര കുംഭീപാകേ തപ്തതൈലേ ഉപരന്ധയന്തി. യസ്ത്വിഹ യഹ തു ഇഹ, ഇഹ എന്നുവെച്ചാൽ ഈ ലോകത്തിൽ, ഇഹ ഇവിടെ ഉഗ്ര പശൂൻ മൃഗങ്ങളെയും പക്ഷികളെയും പക്ഷികളെയും പ്രാണത ഉപരന്ധയതി വേവിക്കുന്നുവോ, അപകരുണം ദയയില്ലാത്തവനും, പുരുഷാദൈർ അപി മനുഷ്യനെ തിന്നുന്നവരാൽ കൂടി വിഗർഹിതം നിന്ദിക്കപ്പെടുന്ന തം അവനെ അമുത്ര പരലോകത്തിൽ അവിടെ ചെല്ലുമ്പോൾ യമകിങ്കരന്മാർ കുംഭീഭാഗേ കുംഭീഭാഗം എന്ന പേരായ നരകത്തിൽ തപ്തതൈല്, എങ്ങനെയാ നമ്മൾ വറുത്ത് മറ്റേതൊക്കെ തിന്നുമല്ലേ, അപ്പോൾ അതുപോലെ തിളയ്ക്കുന്ന എണ്ണയിൽ ഉപരന്ധയന്തി ഇട്ട് അടയ്ക്കുന്നു. അടച്ചും കൂടെ വെക്കും. നമ്മൾ പിന്നെ തുറന്നു വെച്ചാൽ വറക്കുന്നത്, ഇത് അടച്ചുകൂടെ വെക്കും. അത്രയും തീവ്രമായ ദുഃഖം അയാൾക്ക് അനുഭവിക്കേണ്ടി വരും അത്രേ എന്നാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. ഈ ഇതിനകത്ത് ഇട്ട് മൃഗങ്ങളെയും പക്ഷികളെയും, കോഴിയൊക്കെ ആയി ഉദ്ദേശിക്കുന്നത്, നമുക്കെല്ലാവരും കഴിക്കുന്നതല്ലേ കോഴി, അതിനെയൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ ഈ അവസാനത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ, ഇന്നലെയല്ല കഴിഞ്ഞ ഇതിനകത്ത് ഇട്ടതിനകത്ത് 11 ശ്ലോകങ്ങളുള്ളതിന് ഒരു ഫയലുണ്ട്. ആ ഫയലിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ നരകവും സ്വർഗവും ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. കാരണം ശരീരമില്ലാത്ത ദേഹത്തിനെ നമുക്ക് തപിപ്പിക്കാൻ പറ്റത്തില്ല, വിശപ്പ് അറിയിക്കാൻ പറ്റുകയില്ല, പറ്റുന്ന കാര്യമല്ലല്ലോ അത്. നമുക്ക് ലോജിക്ക് കൂടെ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും നരകവും സ്വർഗവും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ദ്രോഹിച്ച് അതിനെ വേവിച്ച് തിന്നുന്നവർക്ക് ചിലപ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ ഭാഗവതത്തിൽ. അതിനെ അനുഭവിക്കാൻ നമുക്ക് തയ്യാറാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അല്ലാത്തവർ പതുക്കെ വിട്ടോളുക. ഇത് കാരണം അത്രയെങ്കിലും നമ്മൾ ചെയ്താൽ, ഒത്തിരി പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രായമായി കഴിഞ്ഞാൽ പ്രായമൊക്കെ വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ചടങ്ങൊക്കെ ഉണ്ട്, ഷഷ്ടിയബ്ദ പൂർത്തി എന്നൊക്കെ. അപ്പോൾ അത് കഴിയുന്ന നമ്മളൊരു വൃദ്ധരായി ആ ഒരു ഗ്രേഡിലോട്ട് നമ്മൾ മാറിയെന്ന് അറിയിക്കാനായിട്ടാണ് അങ്ങനെയൊന്ന് 28 കെട്ടുമ്പം നമ്മൾ ഒരു ഇത്രയായി. ഓരോ പിറന്നാൾ ആഘോഷിക്കുമ്പോഴും, ഒന്നാം പിറന്നാൾ കേമായിട്ട് ആഘോഷിക്കും, 1 വയസ്സായി. അങ്ങനെ ഓരോ പിറന്നാൾ ആഘോഷിക്കുമ്പോഴും നമുക്ക് ഓരോ സമയം വെച്ച് 60-ാം പിറന്നാൾ വലിയ വിപുലമായിട്ട് ആഘോഷിക്കും. പിന്നെ ആഘോഷങ്ങൾ പിന്നെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 84-ാം പിറന്നാൾ, അതായത് 1000 പൂർണ്ണചന്ദ്രനെ കണ്ടു, പിന്നെ ഇനി ഒന്നും കാണാനില്ല. അപ്പം ഇനി വേണമെങ്കിൽ മരണം ആസന്നനാണ്, എപ്പോഴും തയ്യാറാകാം. എപ്പോഴും മരണം കൂടെയുണ്ട്, അതല്ല.
അങ്ങനെ ഒരു നിയമം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഷഷ്ഠ്യബ്ദപൂർത്തി ആഘോഷം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാ. എന്താ, ഈ കുംഭീഭാഗത്തിലോട്ട് പോകാതിരിക്കാനുള്ള വഴികളൊക്കെ അപ്പം തൊട്ട് വേണമെങ്കിൽ തുടങ്ങാം എന്നാ. അപ്പോൾ അത്രയൊക്കെ പ്രായമായവർ ഈ ഇതൊക്കെ ഉപേക്ഷിക്കുന്നത് ഒരു കണക്കിന് നല്ലതാണ്. പിന്നെ അത് ആരോഗ്യപരമായിട്ടും അങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ കേട്ടോ, അതിനകത്ത് യാതൊരു അവരവരുടെ ഭക്ഷണക്രമത്തിന് അവരവരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം പറഞ്ഞപ്പം അത് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുന്നവർ എന്ന്. അത് ഇത് കണ്ട ഇതിനകത്ത് പറഞ്ഞാൽ കേട്ടോ, ക്രൂരനായ ഒരുവൻ മൃഗങ്ങളെയും പക്ഷികളെയും പ്രാണനോടുകൂടി വേവിക്കുന്നുവോ. അപ്പോൾ നമ്മൾ കൊന്നിട്ടായതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. അപകരുണം, ദയയില്ലത്. പക്ഷെ അപ്പോൾ കൊന്ന പാപം എവിടെ കൊണ്ട് വെക്കും? ആരെങ്കിലും കൊന്നിട്ടാണ് നമ്മളതുകൊണ്ടായി നമ്മൾ കൊന്നിട്ട് വാങ്ങിക്കുന്നത്. നമുക്കൊക്കെ വീടുകളിലൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കും അല്ലേ. വീടുകളിൽ കൊല്ലാൻ പറ്റുകയില്ല, നമുക്ക് പറ്റുകയില്ല, വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കും, എന്നിട്ട് വേവിക്കും. അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ദയയില്ലാത്തവനും മനുഷ്യനെ തിന്നുന്നവരാൽ കൂടി വിഗർഹിത നിന്ദിക്കപ്പെടുന്ന അവനെ പരലോകത്തിൽ ഈ കുംഭീഭാഗമെന്ന നരകത്തിൽ തിളയ്ക്കുന്ന എണ്ണയിൽ അടച്ചു വെച്ച് പീഡിപ്പിക്കും എന്ന്. ശരീരമില്ലെങ്കിൽ പീഡിപ്പിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. അങ്ങനെ ഒരു സ്ഥലമൊന്നുമില്ല, ഇങ്ങനെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് ഇരുന്നിട്ട് വെക്കുന്ന സ്ഥലമൊന്നുമില്ല. പക്ഷേ നമ്മൾ അത്രയും തീവ്രമായ ദുഃഖം ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനത്തെ ദുഃഖങ്ങളൊക്കെ മനുഷ്യനുണ്ടല്ലോ, പുറത്തും പറയാൻ വയ്യ. നമുക്ക് പല പല ദുഃഖങ്ങൾ മിണ്ടാൻ മേലാതെ കിടക്കുകയാണ്. നമ്മൾ സംസാരശേഷി നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. നമ്മളെക്കുറിച്ച് പറയുന്നതൊക്കെ നമ്മൾ കേട്ടുകൊണ്ട് കിടക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റുന്നില്ല. അതെന്തൊരു ദുഃഖമായിരിക്കും അത്. ഈ പറഞ്ഞ പോലത്തെ ഒരു ദുഃഖമല്ലേ, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് അടച്ചു വയ്ക്കുന്നതിൻ്റെ അത്രയും ദുഃഖം ഉണ്ടാകും. അതൊന്നും ഇടവരുത്തരുതേ എന്നെപ്പോഴും അല്ലേ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് ഹിന്ദുക്കളുടെ. അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം, അല്ലെങ്കിൽ ദേഹിമേ മധുസൂദനം, ദേഹിമേ പരമേശ്വരി, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ദേവി ഉപാസകർ പരമേശ്വരി എന്നും, ശിവ ഉപാസകർ ശിവനെയും, വിഷ്ണു ഉപാസകർ മധുസൂദനെ അങ്ങനെ പറയാറുണ്ട്. പിന്നെ ദേഹാന്തേ തവ സാന്നിധ്യം ദേഹിമേ മധുസൂദനം ദേഹിമേ പരമേശ്വരം ദേഹിമേ പരമേശ്വരി എന്നൊക്കെ. അതായത് നമ്മൾ മരിക്കുമ്പോൾ എൻ്റെ കൂടെ നിൻ്റെ കാണണം. ദേഹാന്തേ തവ സാന്നിധ്യം, എൻ്റെ ദേഹാന്തം വരുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ഇത് ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നല്ലൊരു മരണം നമുക്കുണ്ടാകാൻ. അത് അല്ലാതെ ഈ കുംഭീഭാഗത്തിൽ കിടന്ന് ഈ വല്ലവരുടെയും ചീത്ത കേട്ട് മരിക്കാനിടയാകരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന നമുക്ക് എപ്പോഴും ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണേ. യസ്ത്വിഹ പിതൃവിപ്ര ബ്രഹ്മധൃക് യസ്തു ഇഹ ഇഹ തു ഇഹ യസ്ത്വിഹ പിതൃവിപ്ര ബ്രഹ്മധൃക് സ കാലസൂത്ര സജ്ഞകേ നരകേ അയുധയോജന പരിമണ്ഡലേ താമ്രമയേ തപ്തഖലേ ഉപര്യധസ്താത് അഗ്ന്യർക്കാഭ്യാം അതിതപ്യമാനേഭിനിവേശിത ക്ഷുത്പിപാസാഭ്യാം ച ദഹ്യമാന അന്തർബഹിശരീര ആസ്തേ ശേതേ ചേഷ്ടദേവതിഷ്ഠതി പരിധാവതി യാവന്തി പശുരോമാണി താവത് വർഷസഹസ്രാണി. ഇതിനകത്ത് കുറേ വാക്കുകളുണ്ട്, സമസ്ത പദങ്ങൾ കുറവാണ്, എങ്കിലും നമുക്കൊന്ന് നോക്കാം. യസ്ത്വിഹ പിതൃവിപ്ര ബ്രഹ്മധൃക്. പിതൃവിപ്ര ബ്രഹ്മധൃക് അതാരൊക്കെയാണ്? മാതാപിതാക്കന്മാർ. പിതൃ എന്ന് മൊത്തം പറഞ്ഞിരിക്കുന്ന മാതാപിതാക്കന്മാർ. ബ്രാഹ്മണർ, ബ്രഹ്മജ്ഞർ എന്നിവരെ ദ്രോഹിക്കുന്നുവോ അവൻ കാലസൂത്ര സജ്ഞകേ നരകേ, കാലസൂത്രം എന്ന പേരായ നരകത്തിൽ അയുധയോജന മണ്ഡലേ 10,000 യോജന വിസ്തീർണവും താമ്രമയേ ചെമ്പുകൊണ്ടുള്ളതുമായ തപിക്കുന്ന തലത്തിൽ തപ്തഖലേ തപിക്കുന്ന സ്ഥലത്തിൽ ഉപര്യധസാദ മുകളിൽ മേലും കീഴും അഗ്നിയർക്കാഭ്യാം തീയനാലും സൂര്യനാലും അതിതപ്യമാനെ വളരെയധികം ചൂട് ഏൽപ്പിക്കപ്പെടുന്ന നിവേശിത പ്രവേശിക്കപ്പെട്ട അവനുമായിട്ട് ക്ഷുത് പിപാസാഭ്യാം വിശപ്പിനാലും ദാഹത്താലും ദഹ്യമാന അന്തർബഹി ശരീര
ആ ഉള്ളിലും പുറത്തും ദഹിപ്പിക്കുന്നവനായിട്ട് ആസ്തേ ഇരിക്കുകയും ശേതയെ കിടക്കുകയും ചേഷ്ടതയെ ഉരുളുകയും അവതിഷ്ഠതി നിൽക്കുകയും പരിധാവതി അങ്ങോട്ടും ഇങ്ങോട്ടും 4 വശത്തേക്ക് ഓടുകയും യാവന്തി പശുരോമാണി ഒരു പശുവിൻ്റെ രോമങ്ങൾ എത്രയുണ്ടോ താവത് വർഷസഹസ്രാണി അങ്ങനെ 1000 വർഷകാലം അനുഭവിക്കണം. അപ്പോൾ വാക്കുകളൊന്ന് പറയാം. യസ്ത്വിഹ പിതൃവിപ്ര ബ്രഹ്മധൃക്ക് സ കാലസൂത്ര സംജ്ഞകേ നരകേ. കാലസൂത്രം എന്ന പേരായിട്ടുള്ള നരകത്തിൽ അയുധയോജന പരിമണ്ഡലേ താമ്രമയേ തപ്തഖലേ ഉപര്യധസ്താത് അഗ്നി അർക്കാഭ്യാം. അഗ്നിയും അർക്കനും, അഗ്നി തീയ, അർക്കൻ മുകളിൽ സൂര്യൻ, അർക്കാഭ്യാം അതിതപ്യമാനേഭിനിവേശിത ക്ഷുത് പിപാസാഭ്യാം. അത് ഒന്നും തിരുത്തണ്ട. ക്ഷുത്ത് വിശപ്പ്, പിപാസ ദാഹം, ച ദഹ്യമാന അന്തർബഹി ശരീര ആസ്തേ ശേതേ ചേഷ്ടദേവ തിഷ്ഠതി പരിധാവതി ച യാവന്തി പശുരോമാണി താവത് വർഷസഹസ്രാണി. യസ്ത്വിഹ വൈ നിജവേദപഥാത് അനാപദ്യപഗത നിജേത അനാപതി. യസ്ത്വിഹ വൈ നിജവേദപഥാത് അനാപതി അപഗത. അനാപതി എന്നാക്കണം. അതെ, വായിക്കുമ്പോഴൊക്കെ അത് ശ്രദ്ധിക്കണം. അനാപതി അപഗത, അനാപതി അപഗത. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ വരണമെന്നില്ല കേട്ടോ, വ്യത്യാസം വരാം. അനാപതി അപഗത പാഖണ്ഡം ച ഉപഗത തമസിപത്രവനം. ഉപഗത ച ഉപഗത തം അസിപത്രവനം. തം അസിപത്ര, തം നാക്കുക, പിന്നെ മാ വെട്ടിയിട്ട് ആയാക്കുക. പ്രവേശ്യ കശയ പ്രഹരന്തി തത്ര ഹാസാവിതസ്തതോ ഇതസ്തത. ഹാസാവിത തതോ പാഖണ്ഡം തം അസിപത്രവനം. ധാവമാന ഇതസ്തത ധാവമാന ഉഭയതോധാരൈ ഉഭയം എന്ന് പറഞ്ഞാൽ 2 എന്നാണ്. ഉഭയതോധാരൈ, 2 വശത്തും മൂർച്ചയുള്ള. ഉഭയതോധാരൈ ധാരൈ താലവന അസിപത്രൈ താലവനാസിപത്രൈ ധാരൈ കഴിഞ്ഞാൽ സ വെട്ടിക്കളഞ്ഞേരെ. ധൈഹി നക്ക. ഉഭയതോധാരൈഹി താലവന അസിപത്രൈ ഛിദ്യമാന സർവാംഗോ താലവന അസിപത്രൈ. ഒന്നിച്ച് വായിച്ചാൽ മതി. അസിപത്രൈ ഛിദ്യമാന സർവാംഗോഹ ഹതോസ്മീതി പരമയാ വേദനയാ മൂർച്ഛിത പദേ പദേ നിപതതി സ്വധർമ്മഃ ഹത അസ്മി ഇതി. അതാണ് ഹതോസ്മി ഇതി. ഹത അസ്മി ഇതി പരമയാ വേദനയാ മൂർച്ഛിത പദേ പദേ നിപതതി സ്വധർമ്മഃ പാഖണ്ഡാനുഗതം ഫലം ഭുങ്ക്തേ. പിന്നെ യസ്ത്വിഹ വൈ രാജപുരുഷോ വാ ആദണ്ഡ്യേ ദണ്ഡം പ്രണയതി ബ്രാഹ്മണേ വാ ശരീരദണ്ഡം സ പാപീയാൻ നരകേ മുത്ര സൂകരമുഖേ നിപതതി തത്ര ആദിബലൈർ വിനിഷ്പിഷ്യമാണാവയവോ.
വിനിഷ്പിഷ്യമാണാവയവോ യഥൈവേഹേക്ഷുഖണ്ഡ യഥൈവ ഇഹ ഇക്ഷുഖണ്ഡ. ഇഹ ഇക്ഷുഖണ്ഡയാണ്. യഥൈവ ഇഹ ഇക്ഷുഖണ്ഡ, യഥൈവേഹേക്ഷുഖണ്ഡ. അങ്ങനെ വായിക്കുമ്പോൾ അങ്ങനെ വായിച്ചാൽ മതി. നിങ്ങൾക്ക് പദം പിരിച്ച് എവിടെയെങ്കിലും എഴുതി വെക്കണമെങ്കിൽ യഥൈവ ഇഹ ഇക്ഷുഖണ്ഡ. ആർത്തസ്വരേണ സ്വനയൻ ക്വചിത് മൂർച്ഛിത. ക്വചിത് മൂർച്ഛിത എന്നാക്കിക്കോ. ക്വചിൻ മൂർച്ഛിത എന്ന് വായിക്കുന്നതിനേക്കാളും നല്ലത് ക്വചിത് മൂർച്ഛിത എന്ന് വായിക്കുന്നതാണ്. ക്വചിത് മൂർച്ഛിത. കശ്മലമുപഗതോ യഥൈവേഹാദൃഷ്ടദോഷ. യഥൈവേഹാദൃഷ്ടദോഷ. യഥൈഹേ യഥൈവ യഥ ഏവ ഇഹ അദൃഷ്ടദോഷ. അദൃഷ്ടദോഷ എന്നാണ്. യഥൈവേഹ അദൃഷ്ടദോഷ ഉപരുദ്ധാഹ. യസ്വിഹ വൈഭൂതാന ഈശ്വരോപകൽപ്പിതവൃത്തീനാം അവിവിക്ത പരവ്യഥാനാം സ്വയം പുരുഷോപകൽപ്പിത വൃത്തിർ വിവിക്ത. വൃത്തിർ കഴിഞ്ഞ് കോമായിട്ടോ. വിവിക്ത പരവ്യഥോ വ്യഥാമാചരതി സ പരത്ര അന്ധകോപേ. പരത്ര അന്ധകോപേ. തദഭിദ്രോഹേണ നിപതതി തത്ര ഹസൗ തൈർ ജന്തുഭി പശുമൃഗ പക്ഷി സരീസൃപൈർ മശക യൂകാമത്കുണ മക്ഷികാദിഭിർ യേ കേ ച അഭിദ്രുഗ്ധാസ്തൈ സർവതോഭിദ്രുഹ്യമാണസ്തമസി വിഹത നിദ്രാനിർവൃതിർ അലബ്ധാവസ്ഥാനഃ. നിർവൃതിർ അലബ്ധാവസ്ഥാനഃ പരിക്രാമതി യഥാ കുശരീരേ ജീവഃ. യസ്ത്വിഹ യൈഹ ഈശ്വരോപകൽപ്പിതവൃത്തീനാം ഭൂതാനാം ഈശ്വരോപകൽപ്പിതവൃത്തീനാം. വൃത്തീനാം നാക്കുക. പിന്നെ മാ വെട്ടിയിട്ട് അവിവിക്ത പരവ്യഥാനാം സ്വയം പുരുഷോപകൽപ്പിത വൃത്തിർ വിവിക്ത പരവ്യഥോ വ്യഥാമാചരതി സ പരത്രാന്ധകോപേ. തദഭിദ്രോഹേണ നിപതതി തത്ര ഹാസൗ തൈർജന്തുഭി പശുമൃഗ പക്ഷി സരീസൃപൈർ മശക യൂകാമത്കുണ അഭിദ്രുഹ്യമാണ തമസി വിവിക്തപരവ്യഥ പശുപക്ഷി സരീസൃപൈർ അന്ധകോപേ മത്കുണമക്ഷികാദിഭിർ യേ കേ ച അഭിദ്രുഗ്ധാസ്തൈ ദുഗ്ധാഹസ്തൈ. അത്ര അസൗ സർവത അഭിദ്രുഗ്ധാസ്തൈ സർവതോഭിദ്രുഹ്യമാണ തമസി വിഹത നിദ്രാനിർവൃതിർ അഭിദ്രുഹ്യമാണഃ തമസി
തമസി. തമസി എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ, തമസ് ഇരുട്ട്. സർവതോഭിദ്രുഹ്യമാണ തമസി, ദൃഹ്യമാണ തമസിയാണ് അവിടെ വെട്ടിയരെ. അതാ സർവതോഭിദ്രുഹ്യമാണ തമസി വിഹത നിദ്രാനിർവൃതിർ അലബ്ധാവസ്ഥാനഃ പരിക്രാമതി. ആ വാക്കങ്ങനെയാണ്, അതങ്ങനെ തന്നെ വായിക്കുക. പരിക്രാമതി യഥാ ശരീരേ ജീവഃ, കുശരീരെ കുൽസിത ശരീരത്തിൽ ജീവൻ എന്ന പോലെ പരിക്രാമതി ചുറ്റിത്തിരിയുന്നു. അത് അവസാനം വരുന്ന പരിക്രാമതി. അർത്ഥം പറയുമ്പോൾ അങ്ങനെയാണ്. ഈശ്വരൻ കൽപ്പിച്ച വൃത്തികളെ അനുസരിച്ച് ഭക്ഷണാദികൾ സമ്പാദിക്കുന്ന ഈച്ച, ഉറുമ്പ്, മൂട്ട, കൊതുക് അങ്ങനെയുള്ള ജീവികളെ യാതൊരുവനും ഉപദ്രവിക്കുന്ന അവൻ പരലോകത്തിൽ അന്ധകോപം എന്ന നരകത്തിൽ വീഴും. അതാണ് ഈ പൂച്ചയും നമ്മൾ പറയലേ ഈ പാറ്റായി എന്നും കൊല്ലുന്നതിന് കുഴപ്പമില്ലെന്ന്. ഒക്കെ കുഴപ്പമുണ്ട്, വീഴും നമ്മൾ പരലോകത്തിൽ. അന്ധകോപം എന്ന് പറയുന്ന നരകത്തിൽ വീഴുമെന്നാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഇത് തോന്നും. ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ മനസ്സിൽ വയ്ക്കുക, നമുക്ക് ശരീരമില്ലാത്തവർക്ക് വേദന അനുഭവപ്പെടുകയില്ല, ആത്മാവിന് വേദനയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് വീണ്ടും വേദന ഉണ്ടാകുന്നില്ല. അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും ആ വേദന എവിടെന്നെങ്കിലും കിട്ടും. അത് മാനസികമായിട്ടുള്ള വ്യഥയാണെങ്കിലും ശരീരത്തിന് നമ്മൾ പറയില്ല ഒരു അന്ന് അടിച്ചാലും വേണ്ടില്ല, പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടക്കുന്നപ്പോഴൊന്ന് ആ ഒരു വേദന നമുക്ക് എവിടെന്നെങ്കിലും കിട്ടും. അത് നമ്മൾ ആരെങ്കിലും നമ്മൾക്ക് ദോഷമായിട്ടോ നമുക്ക് വ്യസനകരമായിട്ടൊരു വാക്ക് പറഞ്ഞാൽ നമ്മൾ ഓർത്തോളുക, നമ്മൾ അതിൻ്റേത് പ്രവൃത്തി എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് കർമ്മ എപ്പോഴും അത് ഓർക്കുക. നമുക്കത് കിട്ടാൻ അർഹതയുണ്ട്, അതുകൊണ്ടാണ് കിട്ടിയത്. എവിടെന്നെങ്കിലും നമ്മൾ ആരെയെങ്കിലും അതുപോലെ വിഷമിപ്പിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമുക്കും ആ വിഷമം വന്നതെന്ന്. അപ്പോൾ അതങ്ങ് സോൾവ് ആയി പൊക്കോളുമല്ലോ. അപ്പം നമ്മൾ ഓർക്കുക, നമുക്ക് അർഹതപ്പെട്ടതേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ദുഃഖം വരുമ്പോഴും ഓർക്കുക, സുഖം വരുമ്പോഴും ഓർത്തോളുക. സുഖം ഇങ്ങനെ നീണ്ടു നാൾ നിൽക്കുകയില്ല. എല്ലാം നമ്മുടെ താല്പര്യം അനുസരിച്ച്, നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, നമ്മൾ വിചാരിക്കുന്നതനുസരിച്ച് നമുക്കൊരു അനുഭവങ്ങൾ സന്തോഷമോ സങ്കടമോ ഒക്കെ നമ്മൾ വിചാരിക്കുന്നതല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നടക്കണമെന്നില്ല. ദുഃഖമാണെങ്കിൽ സുഖവും ഉണ്ടാകാം. സുഖമാണെങ്കിൽ ഓർത്തോളുക, ചിലപ്പോൾ ഇതിനിടയ്ക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകാമെന്ന്. അപ്പോൾ ആ ഉണ്ടാകുന്ന ദുഃഖത്തിനൊരു ചെറിയ നമ്മളൊന്ന് പ്രതീക്ഷിച്ചിരുന്നൊന്ന് വരുന്നതും അപ്രതീക്ഷിതമായിട്ട് വരുന്നതിനും തമ്മിൽ വ്യത്യാസമല്ലേ. അപ്പം നമ്മൾ കുറച്ചൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക. ദുഃഖങ്ങൾ നമ്മളുടെ ഇഷ്ടത്തിനല്ലാത്ത കാര്യങ്ങൾ, നമുക്ക് അനിഷ്ടമായിട്ടുള്ളവയും സംഭവിക്കുന്നില്ല. അത് നമ്മളതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുക എന്ന് പറയൂലേ, അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ വേറൊരാൾക്ക് വേണ്ടി നമ്മളതുപോലെ അവരെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നതെന്ന് ഓർത്താൽ മതി. അപ്പോൾ അത് ശരിയായിക്കോളും. അതാ ഈ നരകവും ഒക്കെ പറയുന്നതെന്ന് വിചാരിക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ രണ്ടും കൂടെ പറയുമ്പം, കാരണം ഇച്ചിരി ബോധമുള്ളവർ ചോദിക്കും, ഇതിങ്ങനെ ആചാര്യന്മാരത് സ്കിപ്പ് ചെയ്ത് വിടും. ഈ പറയുന്നതൊക്കെ 26-ാമത്തെ അധ്യായം പഞ്ചമസ്കന്ധം തീർന്നു എന്ന് പറഞ്ഞ് അങ്ങ് തീർന്നു, കുറേ നരക വർണ്ണനയുണ്ട് എന്നൊക്കെ പറയുള്ളൂ. ഇത് ഓരോ നരകം എടുത്ത് പറഞ്ഞാൽ ഈ കേൾക്കുന്നവർ ചോദിക്കും, ജീവിച്ചിരിക്കുന്ന ആൾ മരിച്ചു, ആ മരിച്ച ശരീരം ഒന്നും അല്ലെന്ന് വിചാരിച്ചത് കത്തിച്ചും കളഞ്ഞു, എന്നിട്ട് പിന്നെ കൊണ്ടുപോയി നമ്മളെ എണ്ണയ്ക്കകത്ത് വറക്കാനിടുക എന്ന് പറഞ്ഞാൽ ഏതിനെയാണ് വറക്കാനിടുന്നത്? ശരീരത്തിനെയാണോ? അവിടെ ഒരു ചോദ്യം ഉണ്ടായാലത് ഉത്തരം പറയാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഞാനിത് മുൻകൂർ ജാമ്യത്തിൽ പറഞ്ഞത്. നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ദുഃഖങ്ങളോ വിഷമങ്ങളോ മുറിവുകളോ ചൂടോ ഒന്നും ഈ ആത്മാവിന് ഏശുകയില്ലെന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞ അത് തന്നെ എടുത്ത് ഈ നരകവർണ്ണനയിൽ ശരീരത്തിനെ തപിപ്പിക്കും. മുകളിൽ സൂര്യൻ്റെ ചൂടും താഴെ അഗ്നിയുടെ ചൂടും. ഏതിന്? ഈ ശരീരത്തിന്. ശരീരം ഇവിടെ കളഞ്ഞിട്ട് നമ്മൾ ദഹിപ്പിച്ചതിന് ശേഷമല്ലേ പോയത്. പിന്നെ ഏതാ ശരീരം? ഏത് ശരീരത്തെയാണ് തപിപ്പിക്കുന്നത്, അടിക്കും, ചാട്ടവാറ് കൊണ്ട് അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ചോദ്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് നേരത്തെ തന്നെ. അങ്ങനെ ഒരു സ്ഥലമില്ല. അങ്ങനെ ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു സ്ഥലത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെ ഒരു സ്ഥലമൊന്നും ഒരിടത്തും ഇല്ല. ആ സ്ഥലം ഇവിടെ തന്നെയാണ്. അത് ഇവിടെ തന്നെ വെച്ച് നമുക്ക് മാനസികമായിട്ടുള്ള പീഡനങ്ങൾ വന്നാൽ അത് നമ്മൾ വാക്കാൽ തന്നെ പറയാറുണ്ട്. ചുട്ടുപൊള്ളുന്ന പോലെ തോന്നി എനിക്ക് ആ വാക്ക് കേട്ടപ്പോൾ. ആ വാക്ക് തന്നെ ഈ ഗ്രന്ഥകാരനും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മതി.
അപ്പം ഈ വിഷമങ്ങൾ ഉണ്ടാകുന്നത് ഈ നരകങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതങ്ങ് ഓർത്താൽ മതി. അപ്പോൾ ഈ പൂച്ച, ഈച്ച, പൂച്ച, പൂച്ച പറഞ്ഞു, അതിലും ചെറിയ ജീവി കേട്ടോ. ഈച്ച, ഷഡ്പദങ്ങൾ, ഉറുമ്പ്, മൂട്ട, കൊതുക്, ഇതിനെയെല്ലാം കൊല്ലുകയാണെങ്കിൽ, ഉപദ്രവിക്കുന്നു, അവനും പരലോകത്തിൽ ചെന്നാൽ ഇതൊക്കെ കുഴപ്പം വരുമെന്നാണ് പറഞ്ഞത്. ഏത് നരകത്തിലാണ് വീഴുന്നത്? അന്ധകോപം എന്ന് പറഞ്ഞ് നരകത്തിൽ വീഴുമെന്ന് പറയുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ടതൊക്കെ ഞാനിങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇത് വായിക്കുന്നതൊന്ന് ശരിയാക്കി എടുത്താൽ മതി. ഇപ്പം ഇത്രയും വിശദീകരണം തന്നതുകൊണ്ട് നിങ്ങൾ ഈ നരകത്തിൻ്റെ കാര്യത്തിനെക്കുറിച്ചൊരു ഏകദേശമായി, പിന്നെ നരക വർണ്ണനങ്ങളങ്ങ് പോയാൽ മതി. വാക്കുകൾ പിരിച്ച് പറഞ്ഞ് നമുക്ക് പോകാം. എല്ലാം കിട്ടിയില്ലേ? ഒന്നുകൂടെ വായിക്കാമേ. യസ്ത്വിഹ വൈ ഭൂതാനാം ഈശ്വരോപകൽപ്പിത വൃത്തീനാം ആവിവിക്ത പരവ്യഥാനാം സ്വയം പുരുഷോപകൽപ്പിത വൃത്തിർ വിവിക്ത പരവ്യഥോ വ്യഥാം ആചരതി സ പരത്ര അന്ധകൂപേ തദഭിദ്രോഹേണ നിപതതി തത്ര ഹാസൗ തൈർ ജന്തുഭി പശുമൃഗ പക്ഷി സരീസൃപൈർ മശക യൂകാമത്കുണം മക്ഷികാദിഭിർ യേ കേ ച അഭിദ്രുഗ്ധാസ്തൈ സർവതോ അഭിദ്രുഹ്യമാണഃ തമസി ദൃഹ്യമാണഃ തമസി ഇരുട്ട്. തമസി വിഹത നിദ്രാ നിർവൃതിർ അലബ്ധാവസ്ഥാന പരിക്രാമതി യഥാക്കു ശരീരേ ജീവഃ. യസ്വിഹ വ അസംവിഭജ്യ അസ്നാതി യത് കിഞ്ചനോപനത അനിർമിത പഞ്ചയജ്ഞോ അസംവിഭജ്യ അസ്നാതി യത് കിഞ്ചന അനിർമിത പഞ്ചയജ്ഞ യത് കിഞ്ചനോ യത് കിഞ്ചനോപനതം പിന്നെ അനിർമിത പഞ്ചയജ്ഞോ യത് കിഞ്ചനോപനതം, അങ്ങനെ വായിക്കുക കേട്ടോ. ഉപനതം എന്നാണ്. യത് കിഞ്ചിനോപനതം അനിർമിത പഞ്ചയജ്ഞോ വായസ സംസ്തുത സ പരത്ര കൃമിഭോജനേ നരകാധമേ നിപതതി തത്ര ശതസഹസ്രയോജനേ കൃമികുണ്ഡേ കൃമിഭൂത സ്വയം കൃമിഭിരേവ ഭക്ഷ്യമാണ കൃമിഭോജനോ യാവത് തദപ്രത്താപ്രാഹുതാദോ അനിർവേശമാത്മാനം. അപ്രത്താപ്രഹുതാദ നിപതതി തത്ര ശതസഹസ്രയോജനെ കൃമികുണ്ഡേ കൃമിഭൂത സ്വയം കൃമിഭിരേവ ഭക്ഷ്യമാണ കൃമിഭോജനോ യാവത് തദപ്രത്താപ്രാഹുതാദ അപ്രത്താപ്രഹുതാദ യാവത് തദപ്രത്താപ്രാഹുതാദ തദപ്രത്താപ്രഹുതാദ അനിർവേശിതമാത്മാനം. പ്രഹുതാദ അപ്രത്താപ്രഹുതാദ
ദാ മതി, പിന്നെ ദോ വേണ്ട. എന്നിട്ട് അനിർവേശം ആത്മാനം യാതയതേ. അത് എഴുതിയിരിക്കുന്നതിനകത്ത് പ്രാഹുദാത ആണ് എഴുതിയിരിക്കുന്നത്. അർത്ഥം പറഞ്ഞിരിക്കുന്നത് പ്രഹുദാത എന്നാണ്. എഴുതിയിരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ അതുപോലെ വായിച്ചാൽ മതി കേട്ടോ. യാവത് തദപ്രത്ത പ്രാഹുദാത അനിർവേശമാത്മാനം യാതയതേ. പ്രാഹുദാത എന്ന് എഴുതിയിരിക്കുന്നതിനകത്ത് അങ്ങനെ വായിക്കുക, അല്ലെങ്കിൽ പ്രഹുദാത എന്ന് വായിക്കുക. എല്ലാം തീർന്നില്ല അതിനകത്ത്. സമ്യവിദ്യാൻ നിർമ്മിത പഞ്ചയജ്ഞോ വായസ സംസ്തുത പരത്ര കൃമിഭോജന നരകാധമേ നിപതതി ശതസഹസ്രയോജനെ തത്ര കൃമികുണ്ടേ കൃമിഭൂത കൃമിഭി ഏവ ഭക്ഷ്യമാണ കൃമിഭോജന അപ്രത്താപ്രഹുദാത അഗ്നിഹോത്രാദി അനിർവേശം ആത്മാനം യാതയതേ. ആത്മാനം അനിർവേശം യാവത് യാതയതേ. 19. യസ്ത്വിഹ വൈ സ്ഥേയേന അത് അസേ വേണ്ടത് തന്നെയാണ് കേട്ടോ. അസേ വെട്ടരുത്. വൈ സ്ഥേയേന കളവായിട്ടോ, അതല്ലെങ്കിൽ ബലാദ്വാ ബലമായിട്ടോ. സ്ഥേയേന എന്ന് വെച്ചാൽ കള്ളത്തരം കാട്ടി എന്ന് വെച്ചാൽ കക്കുക എന്ന് നമ്മൾ പറയല്ലേ, അതിൻ്റെ നാമരൂപം കക്കുക എന്ന് പറയും. അല്ല, ക്രിയ അല്ലേ, കക്കുക. കള്ളത്തരം കക്കുക, കട്ടെടുക്കുക എന്ന് പറയുന്നത് അതാണ് സ്ഥേയേന. ആ വേണ്ടതാണ്, ടിക്കിട്ട് വിട്ടേക്ക്. വെട്ടരുത് ഒരു കാരണവശാലും. യസ്ത്വിഹ വൈ സ്ഥേയേന ബലാദ്വാ ഹിരണ്യ രത്നാദീനി ബ്രാഹ്മണസ്യ വാ അപഹരതി അന്യസ്ത അപഹരതി അന്യസ്യ. വാ ആ വാക്കൊന്ന് ശരിയാക്കിക്കോണേ. വാ അപഹരത അന്യസ്യ. അപഹരതി അന്യസ്യ കേട്ടോ. അപഹരതി അന്യസ്യ. വാനാപതി അതൊന്നിച്ച് വായിച്ചാൽ മതി കേട്ടോ. ഇതെല്ലാം ഒന്നിച്ച് വായിച്ചാൽ മതി. ഇങ്ങനെ എല്ലാം തിരിച്ച് വായിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അത് ചെയ്യുകയും വേണ്ട. അനാപതിയാണേ അത്. അനാപതി. പുരുഷസ്തമമുത്ര അതാണ്. പുരുഷസ്തമമുത്രയായത്. അവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. രാജൻ യമപുരുഷ അയസ്മൈർ അഗ്നിപിണ്ഡൈ സന്ദംശൈ ത്വചി വെട്ടിയരെ സന്ദംശൈ കഴിഞ്ഞിട്ട് അവിടെ വിസർഗമിട്ടാൽ മതി. സന്ദംശൈ ത്വയി നിഷ്കുഷന്തി പൊള്ളിക്കുക എന്ന എല്ലാ വാക്കുകളുമായി. ഇനി 20. യസ്ത്വിഹ അഗമ്യം സ്ത്രീയം അഗമ്യം. വേണ്ടതാണ്, ഒരു ടിക്കിട്ടേക്കണം. യസ്ത്വിഹ അഗമ്യം സ്ത്രീയം അഗമ്യം. വാ പുരുഷം യോഷിത അഭിഗച്ഛതി താപദമുത്ര കശയ താടയന്ത സ്തിഗ്മയ സൂർമ്യ ലോകമയ്യ പുരുഷം ആലിംഗയന്തി സ്ത്രീയം. അവിടെ വേണം. സ്ത്രീയം
ച പുരുഷരൂപയാ സൂർമ്യ. ഹരി ഓം.